ഇന്ന് 10 പടം റിലീസായിട്ടുണ്ട്. മൾട്ടി നമ്മൾ തുടക്കം കണ്ടപ്പോൾ ഒരു RDX ഫോമിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ്മാൻസിലേക്ക് വന്നു. അതായത് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം തമിഴ്നാട്ടിൽ നമ്മൾ കബഡി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളിയാണ്. അപ്പോൾ ആ കബഡീനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കഥ വന്നപ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈല് മാറി. ചില സ്റ്റൈല് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യഥാർത്ഥത്തിലെ കഥാപാത്രങ്ങളുടെ അത് ജീവിതവും അവരുടെ കുടുംബം ഇതൊക്കെ വന്നപ്പോഴും വളരെ നമ്മൾ കരയിപ്പിക്കുന്ന ലെവലിലേക്ക് വന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആ ഒരു വില്ലനെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഷെയ്ൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നായിക വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കഥാപാത്രമാണ്. പിന്നെ വില്ലനാണ് എനിക്ക് വളരെ ആയിട്ടുള്ളത്. അൽഫോൺസ് പുത്രൻ്റെ വില്ലനും കൊള്ളാം. പക്ഷെ സംഭാഷണം വേറെ ആരെങ്കിലും കൊടുക്കണമായിരുന്നു. പൂർണ്ണചന്ദ്രയത്ത് സൂപ്പറായിട്ടുണ്ട്. കാരണം ഇതിനൊരു സെക്കൻഡ് ഭാഗത്തിനുള്ള ഇത് വിജയിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഭാഗത്തുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയുള്ളൊരു കഥ ഇതിനകത്ത് ത്രെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പടം ഓടുന്നുള്ള കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് 10 പടം റിലീസായിട്ടുണ്ട് ഈ കേരളത്തിൽ. ഈ 10 പടം കാണാൻ ഇന്ന് മാസാവസാനം 26-ാം തീയതി ആൾക്കാരുടെ കയ്യിലൊന്നും കാശുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പോരായ്മ 1-ാം തീയതി കഴിയുമ്പോഴേക്കും പടം കയറും. അപ്പോൾ ഈ പടമൊക്കെ 1-ാം തീയതി കഴിയുമ്പോഴേക്കും കയറി വരും എന്നറിയാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.